ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് VR എന്ന സീരീസിൻ്റെ 14-ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻഡായപ്പോൾ ഭീമും ക്യൂവും എല്ലാം തന്നെ അവരുടെ വർക്ക് ആ ഒരു ആർട്ട് ഗാലറിയിൽ ഡിസ്പ്ലേ ചെയ്യുകയും ആർട്ട് ഗാലറി കാണിക്കുന്ന ആ ഒരു ദിവസം എല്ലാം കടന്നു പോവുകയൊക്കെ ചെയ്തായിരുന്നു. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ആർട്ട് ഗാലറി ആ ഒരു ദിവസത്തിൻ്റെ തലേ ദിവസം രാത്രിയാണ്. ഈ സമയങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മുടെ പുമ്മും ഭീമും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. കാരണം പുമ്മ് ഭീമിനെ പിക്ക് ചെയ്യാൻ വരാൻ വൈകിപ്പോയി എന്നുള്ള റീസൺ കൊണ്ട്. അങ്ങനെ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഭീമ് അവൻ്റെ റൂമിൽ ഇരിക്കുന്ന ടൈമിന് ഭീമറിയാതെ അവൾ ലിവിങ് റൂമിൽ ഇരുന്നുകൊണ്ട് ക്യൂവും ടാനും ചെയിനും തന്നെ ഡിസ്കസ് ചെയ്യാണ്. ആ സമയം അവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പുമ്മിനടുത്ത് നല്ല ദേഷ്യം ഉണ്ടല്ലേ എന്ന് പരസ്പരം ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യൂ ആണെങ്കിൽ ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷേ പുമ്മ് അത്ര മോശക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനും ഒരു പക്ഷേ കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. അവനും ഭീമിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണല്ലോ ഭീമിന് പുമ്മിന് എത്രത്തോളം ഇഷ്ടമാണെന്ന്. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് തീരുമാനമാണെങ്കിലും, അതായത് പുമ്മിൻ്റെ അടുത്ത് എന്ത് പറയണം, എങ്ങനെ ചെയ്യണം, മിണ്ടണോ വേണ്ടേ എല്ലാം തീരുമാനിക്കേണ്ടത് ഭീം ഒറ്റൊരാളാണ്. അവസാന ഡിസിഷൻ അവൻ്റേതാണെന്ന് പറയാണ്. ആ സമയം ചെയിനും പന്നുമൊക്കെ അത് ശരിയാന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്യൂ ആണെങ്കിൽ പിന്നെ പുമ്മ് അത്രയ്ക്ക് മോശക്കാരനൊന്നും അല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ലേ ടാൻ, നിനക്കല്ലേ അവനെ നന്നായിട്ട് അറിയാമെന്നുള്ളതെന്ന് ടാനിനോട് ചോദിക്കുകയാണ്. ആ സമയം ടാനും അതേന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ 4 പേരും കൂടെ നേരെ ഭീമിൻ്റെ റൂമിലേക്ക് ചെല്ലാണ്. ചെന്ന് കയറിയപ്പോൾ അവിടെ ഭീമിനെ കണ്ടില്ല. അങ്ങനെ അവനവിടെ പോയെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഭീമ് ബാത്റൂമിൽ പോയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാണ്. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഭീമിൻ്റെ അടുത്ത് ഇവർ 4 പേരും ആർട്ട് ഗാലറിയുടെ സാധനങ്ങളെല്ലാം സെറ്റാക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു പുറത്തോട്ട് പോയത്. എന്നിട്ടാണ് ഇത് 4 കൂടെ അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പോയിട്ട് വരാൻ വൈകിയോണ്ട് തന്നെ ഭീമ് ഇത്രയും താമസിച്ച് എന്താണെന്ന് ചോദിക്കുകയാണ്. ആ സമയത്താണ് താമസിക്കാനോ താമസിച്ചിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം തുറന്നു പറയാതിരിക്കാനായിട്ട് 4 കൂടെ കളിച്ച് നടക്കുകയാണ്. എന്നിട്ട് ടാനാണെങ്കിൽ ഞാൻ പോയി കുളിക്കട്ടെ എന്ന് പറഞ്ഞ് കുളിക്കാൻ പോവാണ്. എന്നാൽ ക്യൂ കുളിക്കുന്നില്ല, നേരെ ബെഡിൽ കയറി കിടക്കുകയാണ്. കൂടെ പന്നും കിടക്കുന്നുണ്ട്. ആ സമയം ഭീമാണെങ്കിൽ ക്യൂവിൻ്റെ അടുത്ത് എഴുന്നേറ്റ് കുളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കേൾക്കുന്നേ ഇല്ല. ഈ സമയം ചെയിനും കൂടെ പിടിച്ചിട്ട് പന്നിനെ ക്യൂവിനെയും കൂടെ ബാത്റൂമിലേക്ക് വിടാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ സമയം ഓൾറെഡി ടാൻ അവിടെ ഉണ്ട്. അങ്ങനെ ഇതിനെയൊക്കെ പിടിച്ചിട്ട് ചെയിനാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യാൻ ടാനിനോട് പറയാണ്. ടാൻ ഓൾറെഡി ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞു. അവനങ്ങനെ ഡോർ ഓപ്പൺ ചെയ്തതും എല്ലാം പുറത്ത് കാണാണ്. ആ സമയം ചെയിനാണെങ്കിൽ ഇതെന്തുവാ എന്ന രീതിയിൽ നോക്കുകയാണ്. ചെയിൻ മാത്രമല്ല ബാക്കി എല്ലാവരും നോക്കുന്നുണ്ട്. എന്നാൽ ചെയിനാണ് കൂടുതൽ എക്സ്പ്രഷൻ വന്നത്. ക്യൂ ഒക്കെ ഇതൊക്കെ മുമ്പേ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഉറങ്ങാനായിട്ട് പോവാണ്. പക്ഷെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ചെയിനും ഭീമും കൂടെ രണ്ടിനെയും പിടിച്ച് ബാത്റൂമിലേക്ക് ടാനിൻ്റെ കൂടെ വിടുന്നുണ്ട്. ഭീമ് ചെയിനെയും പിടിച്ച് തള്ളി വിടുന്നുണ്ട്. അങ്ങനെ ഭീം ഇത് 4 ബാത്റൂമിലാക്കിയിട്ട് എൻ്റെ ദൈവമേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ക്യൂവും ഭീമും കൂടെ അവരുടെ വർക്ക് ആർട്ട് ഗാലറിയിൽ ഇരിക്കുന്നതിങ്ങനെ നോക്കുകയാണ്. അന്നാണ് ആർട്ട് ഗാലറിയിൽ ആ ഒരു ദിവസം. ഇവരുടെ കൂടെ ഫായ് നിൽപ്പുണ്ട്. അങ്ങനെ ഭീമിൻ്റെ സന്തോഷമൊക്കെ കണ്ടിട്ട് ഫായ്ക്കും സന്തോഷമായിട്ട് ഭീമിൻ്റെ അടുത്ത് ഭീം കൺഗ്രാറ്റുലേഷൻ, അവസാനം നീ നിൻ്റെ വർക്ക് ആർട്ട് ഗാലറിയിൽ വെച്ചു എന്ന് പറയുന്നുണ്ട്. ക്യൂവിൻ്റെ അടുത്തും നിൻ്റെ മ്യൂസിക് ബാൻഡിൻ്റെ പാട്ട് കേൾക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ടോയ് എൻ്റെ അടുത്ത് പറഞ്ഞു അതിൽ പാടുന്നവരെല്ലാവരും ഭയങ്കര സുന്ദരന്മാരാണ്, എനിക്ക് കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. ആ ഒരു സമയം ക്യൂ ആണെങ്കിൽ ഭീമിൻ്റെ അടുത്ത് നീ ബാക്കിയുള്ളവരുടെ വർക്കെല്ലാം കാണാനായിട്ട് പോവാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഭീം അതേന്ന് പറഞ്ഞപ്പോൾ ക്യൂ ആണെങ്കിൽ എങ്കിൽ ഞാൻ നേരെ ബൂത്തിലേക്ക് പോവാണ്, നീ എല്ലാം കണ്ടു കഴിയുമ്പോൾ ബൂത്തിലേക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് വരാൻ പറയാണ്. ഭീം അപ്പോൾ നീ വർക്കൊന്നും കാണുന്നില്ലെന്ന് വെച്ചപ്പോൾ ക്യൂ എനിക്കങ്ങ് വയ്യാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ചെല്ലാണ്. അങ്ങനെ ഭീം എല്ലാ വർക്ക് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. ഈ സമയം ക്ലൂവൻ അങ്ങോട്ടേക്ക് വരാണ്. ആ സമയം ഭീം നീ ശരിക്കും വന്നോ, ഞാൻ വിചാരിച്ചു നീ വരത്തില്ല എന്ന് പറയാണ്. ആ സമയം ക്ലൂവൻ എന്താ ഞാൻ വരത്തില്ല എന്ന് വിചാരിച്ചാണോ നീ ഞാൻ ഇൻവൈറ്റ് ചെയ്തതെന്ന് വെച്ചപ്പോൾ ഭീം അങ്ങനെയൊന്നും അല്ല പറയുന്നുണ്ട്. ആ സമയം ക്ലൂവനാണെങ്കിൽ ഒരു ബൊക്കെ ഭീമിന് എടുത്തിട്ട് കൺഗ്രാജുലേഷൻ എന്ന് പറയാണ്. ആ സമയം ഭീം താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ക്ലൂവൻ നിൻ്റെ വർക്ക് ഏതാ കാണിച്ചു തരാൻ പറയാണ്. അങ്ങനെ ഭീം നേരെ അവൻ്റെ ആ ഡ്രോയിങ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ക്ലൂവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ക്ലൂവനും നല്ല റിസൾട്ട് പറയുന്നത്. ആ സമയം ഭീമാണെങ്കിൽ എങ്കിൽ വാ ബൂത്തിലേക്ക് പോവാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിൻ്റെ ഒരു പോർട്രേറ്റ് ഡ്രോയിങ് ഞാൻ വരച്ചു തരാമെന്ന് പറയാണ്. അങ്ങനെ ക്ലൂവനെ വിളിച്ചിട്ട് അവിടെ ചെന്നിട്ട് ഭീമാണെങ്കിൽ ക്ലൂവനെ നോക്കി അവനൊരു ഫോട്ടോ വരച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ക്ലൂവനാണെങ്കിൽ നല്ല രസമുണ്ടെന്ന് പറയാണ്. ആ സമയം ക്ലൂവൻ സമയം നോക്കിയപ്പോൾ അവന് പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫോട്ടോയും വാങ്ങിച്ചിട്ട് ഭീമിൻ്റെ അടുത്തും പറഞ്ഞിട്ട് ക്ലൂവൻ പോവാണ്. തൊട്ടടുത്ത് ക്യൂ ഇരിപ്പുണ്ട്. ക്യൂവും വേറൊരു പയ്യൻ്റെ പോർട്രേറ്റ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലൂവൻ ഇങ്ങനെ നടന്നു വരുന്ന ടൈമിന് അങ്ങോട്ടേക്ക് പുമ്മ് വരാണ്. പുമ്മിനെ കണ്ടതും ഒന്ന് കളിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഭീം വരച്ചു കൊടുത്ത ആ ഒരു ഡ്രോയിങ് പുമ്മിനെ കാണിച്ചിട്ട്
ക്യൂട്ടായിട്ടില്ലേ, ഭീമനിക്ക് വരച്ചു തന്നെയാണെന്ന് പറയാണ്. ആ സമയം പൂമ്പിന് ചെറിയൊരു ദേഷ്യം വരുന്നുണ്ട്. ആ സമയം ക്ലൂവനാണെങ്കിൽ എടാ ചുമ്മാ ഇറങ്ങതാ, നിന്നെ കാണുമ്പോൾ എനിക്ക് കളിയാക്കാനായിട്ട് തോന്നും. എന്തൊക്കെയായാലും ഭീമ് എന്നെയല്ല നിന്നെയാണ് ചൂസ് ചെയ്തത്, അത് മറക്കരുത്, അവനൊരിക്കലും വിഷമിപ്പിക്കരുതെന്ന് പറയാണ്. ആ സമയം പുമ്മ ഒരിക്കലും ഇല്ലയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്ലൂവനാണെങ്കിൽ പുമ്മിൻ്റെ അടുത്ത് നിന്നിട്ട് എങ്കിൽ ശരി ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനവിടെ നടന്നങ്ങ് പോവാണ്. അതിനുശേഷം ടാനിനെയും പന്നിനെയും മാത്യുവിനെയും ഒക്കെ കാണിക്കുമ്പോൾ ഇവരാണെങ്കിൽ ഫുഡ്, അതായത് ചെറിയ ചെറിയ സ്വീറ്റ്സ് ഒക്കെ വയ്ക്കുന്ന ആ ഒരു സ്റ്റോളായിരുന്നു നടത്തുന്നത്. അങ്ങനെ ആ ഒരു ബൂത്തിൻ്റെ അടുത്തേക്ക് ഫാങ് ചെന്നിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുകയാണ്. അത് ഫാങ്ങിനെ കണ്ടതും ടാനാണെങ്കിൽ ഓ ബേബി നീ വന്നോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ബാക്കിയുള്ളവരടുത്ത് എല്ലാവരും എല്ലാം നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് ഫാങ്ങിനെയും വിളിച്ച് എല്ലാ ബൂത്തും കറങ്ങി കാണിക്കാൻ കൊണ്ടുപോവാണ്. അങ്ങനെ അവർ ആദ്യം ചെന്നത് ഫായുടെ ബൂത്തിലേക്കായിരുന്നു. ഫായ് നടത്തുന്നതെന്ന് പറയുമ്പോൾ ഈ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട്, അതായത് നമുക്ക് ഇഷ്ടമുള്ള ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കാനായിട്ട് അതിനൊക്കെ ഉള്ള ഒരു ബൂത്തായിരുന്നു. അങ്ങനെ അവിടെ ചെന്നത് പെട്ടെന്ന് ഫാങ് കണ്ടത് ഫായും ഫാങ്ങും പരസ്പരം ആ ഹായ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയം ടാനാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് പരസ്പരം അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഫാങ് ആണെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ എക്സ് ആണെന്ന് പറയട്ടെ എന്ന് ഫായിയോട് ചോദിക്കുകയാണ്. ആ സമയം ഫായ് പറഞ്ഞോ നമ്മൾ കുറച്ച് മാസം മാത്രമേ ഡേറ്റ് ചെയ്തോളൂ, എന്നാലും അത് ഡേറ്റിംഗ് ആയിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നുണ്ട്, ഞാൻ നിൻ്റെ എക്സ് തന്നെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ടാനിന് ഇവരുടെ ശരിക്കും ഇഷ്ടത്തിലായിരുന്നുള്ള കാര്യം മനസ്സിലാവാണ്. അതറിഞ്ഞിട്ടും ടാനിന് എന്താ ചെറിയ സങ്കടമാവുന്നുണ്ട്. അങ്ങനെ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അവരൊരു ടേബിളിലിരിക്കുകയാണ്. ഫായ് വന്നിട്ട് അവർക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് നിങ്ങളുടെ നല്ല ക്യൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഈ സമയം ടാൻ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടിട്ട് ഫായിയുടെ കാര്യം അറിഞ്ഞിട്ടാണെന്ന് മനസ്സിലായിട്ട് ഫാങ് ആണെങ്കിൽ അത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു, ഇപ്പം നമ്മൾ തമ്മിൽ ഒന്നുമില്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം ടാനാണെങ്കിൽ ഒന്ന് നോക്കുകയാണ് ഫാങ്ങിനെ. ഫാങ് ആ സമയത്ത് സത്യമായിട്ട് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒന്നുമില്ല, എൻ്റെ മനസ്സിലിപ്പോൾ നീ മാത്രമേ ഉള്ളൂ, നമുക്ക് ഉള്ളവർക്ക് മാച്ചിങ് ആയിട്ടുള്ള കപ്പിൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയാലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ടാനാണെങ്കിൽ ഉടനെ സന്തോഷിച്ചിട്ട് ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കി തുടങ്ങുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ക്യൂവിൻ്റെ അടുത്തേക്ക് ടോയ് വരുന്നതാണ്. ക്യൂ ആണെങ്കിൽ ടോയുടെ പോർട്രേറ്റ് പിക്ക് വരയ്ക്കാനായിട്ട് അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ടോയ് ആണെങ്കിൽ എന്നെ വരയ്ക്കാനൊക്കെ പറ്റുമല്ലോ എന്ന് വെച്ചപ്പോൾ ക്യൂ ആണെങ്കിൽ ജീവിതകാലം മൊത്തം ഞാൻ തന്നെ വരച്ചോളാം എന്നൊക്കെ പറയാണ്. ഈ സമയം പീമിന് നേരത്തെ ക്ലൂവൻ കൊടുത്ത ആ ഒരു ബൊക്കെ പീം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ബൊക്കെ കണ്ടിട്ട് ടോയ് ഉടനെ തന്നെ ഭീമിൻ്റെ അടുത്ത് ഭീം ഇത് നിൻ്റെയാണോ, ആരാ നിനക്ക് തന്നേന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ ക്ലൂവൻ തന്നേന്ന് പറയുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്. ക്ലൂവനെ കണ്ടപ്പോഴേ ടോയ് ആണെങ്കിൽ ആ പുമ്മിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കി, അതായത് അവ ഇങ്ങനെ കൊണ്ടുപോകും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ടോയ്ക്ക് വീണ്ടും ദേഷ്യം വന്നിട്ട് ഓ പിന്നെയും ക്ലൂവൻ തന്നെ, ഇവൻ എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം ക്യൂവിന് ചെയിനിൻ്റെ കോൾ വരാണ്. ചെയിൻ വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് ബാക്ക് സ്റ്റേജ് റെഡി ആവാനായിട്ട് പറയാണ്. കാരണം അവിടെ ബാൻഡിൻ്റെ പെർഫോമൻസ് സ്റ്റാർട്ട് ആവാനായിട്ട് പോവാണ്. അങ്ങനെ ക്യൂ ആണെങ്കിൽ പീമിൻ്റെ അടുത്തും ടോയുടെ അടുത്തും ഈ ബാക്ക് സ്റ്റേജിൽ റെഡി ആവാനുള്ള ടൈമായെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പീമാണെങ്കിൽ ആ നീ ചെല്ലി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ടോയും അപ്പോൾ പീമിൻ്റെ അടുത്ത് നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമല്ലോ, ഞാൻ ക്യൂവിൻ്റെ അവിടെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ക്യൂവിൻ്റെ കൈയും പിടിച്ച് രണ്ടുപേരും അങ്ങ് പോവാണ്. അതിനുശേഷം ടാനിനെ ഫാങ്ങിനെ കാണിച്ചപ്പോൾ രണ്ടുപേരും ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു. അങ്ങനെ ബാക്കി സാധനമെല്ലാം ഫായിൻ്റെ കൈ കൊടുത്തിട്ട് ടാനാണെങ്കിൽ ഫായിൻ്റെ അടുത്ത് കൈ നീട്ടാനായിട്ട് പറയാണ്. എന്നിട്ട് അവൻ്റെ കൈ ബ്രേസ്ലെറ്റ് കൊടുക്കുന്നുണ്ട്. ആ സമയം കൈയിൽ കിസ് ചെയ്യുകയും ചെയ്യാണ്. എന്നിട്ട് ടാൻ എൻ്റെ കൈ ഇട്ട് താന്ന് പറഞ്ഞിട്ട് ഫാങ്ങിനെ കൊണ്ട് ഇടിയിപ്പിക്കുകയാണ്. എന്നിട്ട് ഞാൻ നിൻ്റെ കയ്യിൽ കിസ് ചെയ്തില്ലേ, എൻ്റെ കയ്യിലും കിസ് ചെയ്യാനായിട്ട് ഫാങ്ങിനോട് പറയാണ്. ഈ സമയം ഒരു ഈ സ്വീറ്റ് മൊമെൻ്റെല്ലാം ഷൈറ്റ് ഫായ് തിരികെ നിൽക്കുന്നുണ്ട്, അതൊന്നും കാണാതെ ശേഷിയില്ലാതെ. ആ സമയം ഫാങ്ങാണെങ്കിൽ കയ്യെ കിസ് ചെയ്യുന്നത് ടാൻ്റെ ചുണ്ടി കിസ് ചെയ്യാണ്. അതേപോലെ ടാൻ ഫസ്റ്റ് ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. എന്നാൽ പിന്നെ ടാൻ ആണെങ്കിൽ ഓ എൻ്റെ ബേബി ഇത് ക്യൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നിൽക്കുകയാണ്. ഇത് നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് സെൽഫി എടുക്കുകയാണ്. അതിനുശേഷം ഫായിൻ്റെ അടുത്ത് ക്യൂവിൻ്റെ ബാൻഡിൻ്റെ കോൺസേർട്ട് തുടങ്ങിയോന്ന് ചോദിക്കുകയാണ്. ആ സമയം ഫായ് ആ തുടങ്ങാറായെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ടാൻ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് മൂന്നർക്ക് ഒരുമിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ ഫായ് ആണെങ്കിൽ എനിക്കെൻ്റെ ബൂത്ത് ഒന്ന് സെറ്റാക്കാനുണ്ട്, നിങ്ങൾ പൊക്കോ ഞാൻ വന്നോളാം എന്ന് പറയാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോവാണ്. ഈ സമയം ഭീമിനെ കാണിക്കുമ്പോൾ പുമ്മ് ഭീമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ ഒരു പോർട്രേറ്റ് ഡ്രോയിങ് വരച്ചു കൊടുക്കാനായിട്ട് പറയാണ്. ആ സമയം ഭീമ് ഞാൻ എൻ്റെ ബൂത്ത് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ പുമ്മാണെങ്കിൽ പ്ലീസ് വരച്ചാൽ എന്താ വരച്ചു തരാത്തത്, എന്നെ കുറേ നേരം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നിൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുമെന്ന് പേടിച്ചിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഭീമാണെങ്കിൽ പുമ്മിനെ ദേഷ്യത്തിൽ നോക്കിയിട്ട് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവനെയും പിടിച്ചിട്ടിട്ട് അവൻ്റെ ഒരു ഡ്രോയിങ് വരച്ചു കൊടുക്കുകയാണ്. എന്നൊരു സാധാ ഡ്രോയിങ് ആയിരുന്നില്ല വരച്ചത്, അവന് രണ്ട് കൊമ്പൊക്കെ വരച്ചിട്ട് ഒരു കുട്ടിച്ചാത്തനെ വരച്ച കണക്കിനായിരുന്നു വരച്ചു വെച്ച് കൊടുത്തത്. എന്നിട്ട് ഭീമാണെങ്കിൽ ഞാൻ ക്യൂവിൻ്റെ ബാൻഡിൻ്റെ പെർഫോമൻസ് കാണാൻ പോകാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോവാണ്. കൂടെ പുമ്മും പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് ആ ഡ്രോയിങ് നോക്കിയിട്ട് കാണാൻ കൊള്ളാം, എന്നാൽ റിയൽ ആയിട്ടുള്ള എൻ്റെ അത്രയും ലുക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ അങ്ങ് പോവാണ്. ഈ സമയം ക്യൂ ആണെങ്കിൽ പെർഫോമൻസിന് വേണ്ടി റെഡി ആയി നിൽപ്പുണ്ടായിരുന്നു. ആ സമയം ടോയ് അവനവിടെ സൈഡിൽ സപ്പോർട്ട് ചെയ്ത് നിൽപ്പുണ്ട്. എന്നിട്ട് ടോയ് ആണെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കാം, സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിന്നെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ഇപ്പോഴേ പോവുകയാണോ വേറെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് പതുക്കെ അവൻ്റെ കവളിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ടോയ് ആരെങ്കിലും നോക്കുന്നുണ്ടോ നോക്കിയിട്ട് അവൻ്റെ കവളൊരു കിസ്സും കൊടുത്തിട്ട് നേരെ ഫ്രണ്ടിലോട്ട് ചെന്ന് നിൽക്കുകയാണ്. ഈ സമയം ക്യൂ ആണെങ്കിൽ പെർഫോം ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ട്. ബിയറും ചെയിനും ഒക്കെ സെറ്റാണ് പെർഫോം ചെയ്യാനായിട്ട്. അങ്ങനെ ആ സമയം അങ്ങോട്ടേക്ക് ബാക്കി എല്ലാ ഫ്രണ്ട്സും വരുന്നുണ്ട്. ടാനും ഫാങ്ങും പിന്നെ ഭീമും
പൂമ്മും എല്ലാവരും എത്തുന്നുണ്ട്. അങ്ങനെ പെർഫോമൻസ് നടക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ ആയിട്ട് ഭീമിൻ്റെയും ക്യൂവിൻ്റെയും ആ ഒരു ആർട്ട് വർക്ക് ഇരിക്കുന്നതിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലാണ്. ആ സമയം അങ്ങോട്ടേക്ക് ടാനും ഫാങ്ങും ലാസ്റ്റാണ് വരുന്നത്. വന്നപ്പോൾ ടാനിൻ്റെ കയ്യിൽ 2 ബൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ ക്യൂവിൻ്റെ വർക്ക് അവിടെ സബ്മിറ്റ് ചെയ്ത ടൈമിന് ഭീമിന് വയ്ക്കാൻ പറ്റാതിരുന്നപ്പോൾ തന്നെ ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത പ്രാവശ്യം നീ വയ്ക്കുമ്പോൾ ക്യൂവിന് കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു ബൊക്കെ നിനക്ക് തരുമെന്ന്. ആ വാക്കവൻ പാലിച്ചു. അവർ 2 ബൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ചെറുതും ഒന്ന് വലുതും. ആ വലിയ ബൊക്കെ ഭീമിന് കൊടുത്തിട്ട് ഞാൻ എൻ്റെ വാക്ക് പാലിച്ചെന്ന് പറഞ്ഞിട്ട് ആ ചെറിയ ബൊക്കെ ക്യൂവിന് കൊടുക്കുകയാണ്. അതിനോട് തന്നെ ക്യൂവിൻ്റെ അടുത്ത് വിഷമിക്കല്ലേ, നിനക്ക് ചെറിയ ബൊക്കെ തന്നെന്ന് പറഞ്ഞ് നിൻ്റെ വർക്ക് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഫാങ്ങാണെങ്കിൽ ഞാൻ ഇതൊരു ആർട്ട് ഗാലറി കണ്ടിട്ടില്ല, ഒന്ന് ചുറ്റി കാണിച്ച് തരാമോ എന്ന് ക്യൂവിനോട് ചോദിക്കുകയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ വാ നമുക്ക് എല്ലാവർക്കും പോകാമെന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയം ക്യൂ ആണെങ്കിൽ ഭീമിനെയും പൂമ്മിനെയും ചെറുതായിട്ടും നോക്കിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് തീർത്തോളാനായിട്ട് പറഞ്ഞിട്ട് അവരെ വിളിച്ചോണ്ടങ്ങ് പോവാണ്. ഭീം അവരെ കൂടെ പോകുന്നപ്പോൾ പൂമ്പ് ഭീമിനെ തടഞ്ഞു നിർത്തിയിട്ട് ഇവിടെ നിൽക്ക്, നിൻ്റെ ആർട്ട് വർക്കിനെ കുറിച്ച് ഞാൻ ഇതുവരെയായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനെ നോക്കിയിട്ട് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്, ഈ ഒരു ആർട്ട് വർക്കിന് എന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഭീം അപ്പോൾ അത്ര വലിയ മീനിങ് ഒന്നുമില്ല, ഇത് ജസ്റ്റ് എനിക്ക് ഈ കടലും വെള്ളമൊക്കെ ഇഷ്ടമുള്ള സംഭവമാണ്, അതുകൊണ്ടാണ് ഞാനിത് വരച്ചതെന്ന് പറയുന്നുണ്ട്. ആ സമയം എനിക്ക് പിന്നെ കൊടുത്ത് റോസാപ്പൂക്കൾ എന്തിനാണ് വരച്ചതെന്ന് ചോദിച്ചപ്പോൾ ഭീമാണെങ്കിൽ ഫസ്റ്റ് ഞാൻ ഈ ഒരു കടൽ മാത്രമായിരുന്നു ഡ്രോയിങ് ആയിട്ട് വരച്ചത്, അപ്പോഴാണ് നീ ആ ഡ്രോയിങ് നശിപ്പിച്ചത്. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇത് വീണ്ടും വരയ്ക്കുന്ന ടൈമിൽ എൻ്റെ ഫീലിങ്സ് വേറെ ആയിരുന്നു. ആ സമയത്ത് എനിക്ക് റോസാപ്പൂവ് വരയ്ക്കണമെന്ന് തോന്നി, കാരണം ആ ഒരു റോസാപ്പൂക്കൾക്ക് എൻ്റെ ഉള്ളിൽ ഇപ്പോഴത്തെ ഫീലിങ്സിനെ തുറന്ന് കാട്ടാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയാണ്. അതൊക്കെ കേട്ടിട്ട് പൂമ്മ ഭീമിൻ്റെ അടുത്ത് ഈ ഒരു ഡ്രോയിങ് ഫിനിഷായി കഴിയുമ്പോൾ നമ്മൾ തമ്മിലുള്ള ഡീല് എൻ്റെ ആവുമെന്ന് പറഞ്ഞതല്ലേ, ആ ഡീലിപ്പോൾ എൻ്റെ ആയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊരു പുതിയ ഡീല് വെച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ഈ ഒരു സീനായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ കണ്ടത്. അങ്ങനെ അതേ സീൻ വീണ്ടും ഇവിടെ കാണിക്കുകയാണ്. ആ ഒരു സീൻ ഇപ്പോഴാണ് നടന്നത്, അതിന് മുമ്പ് നടന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ പൂമ്മാണെങ്കിൽ നമുക്ക് പുതിയൊരു ഡീൽ വയ്ക്കാം, എൻ്റെ ബോയ് ഫ്രണ്ട് ആകാവോ, നമുക്ക് ഡേറ്റ് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ ഭീമ സമ്മതിക്കുകയാണ്. അങ്ങനെ അവർ ഒഫീഷ്യലി ബോയ് ഫ്രണ്ട്സ് ആവുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് അവിടെ ആൾക്കാർ നിൽക്കുന്നതെന്ന് ഓർക്കാതെ പൂമ്മ ഭീമിനെ കിസ് ചെയ്യാനായിട്ട് പോവാണ്. ആ സമയം ഭീമ് തുടങ്ങിയിട്ട് എന്താ ചെയ്യുന്നത്, കുറേ ആൾക്കാർ നിൽപ്പുണ്ടെന്ന് പറയാണ്. ആ സമയം പൂമ്മ ചെറുതായിട്ട് വിഷമിക്കുകയാണ്. അങ്ങനെ അത് കണ്ടിട്ട് ഭീമ് അവൻ്റെ കയ്യിരുന്ന ആ ബൊക്കയെ മറച്ചു പിടിച്ചിട്ട് ഇവർ കിസ് ചെയ്യാണ്. അതിനുശേഷം പൂമ്മാണെങ്കിൽ ഭീമിനെ ഹഗ് ചെയ്തിട്ട് താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം ഭീമും ക്യൂവും കൂടെ ആയിട്ട് ലൈബ്രറിയിലിരുന്ന് പഠിക്കുന്നതാണ്. ഈ സമയം ഭീമും പുമ്മും ഇപ്പോൾ ഒഫീഷ്യലി ബോയ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ അവൻ 24/7 പുമ്മിനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവൻ ആലോചിച്ചിങ്ങനെ ഇരുന്ന് ഫുള്ളിങ്ങനെ ചിരിച്ചു ഇങ്ങനെ ബ്ലഷ് അടിച്ചിരിക്കുകയാണ്. ഇത് ക്യൂ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ക്യൂ ആണെങ്കിൽ ഭീമിൻ്റെ അടുത്ത് എൻ്റെ പൊന്നെ ലവിലായ ഇത്രയൊക്കെ കാണേണ്ടി ഓരോ മനുഷ്യനെന്നൊക്കെ പറഞ്ഞ് അവനായിട്ട് കളിയാക്കി കൊല്ലുവാണ്. ഈ സമയം പുമ്മ് കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പുമ്മിൻ്റെ കോളെടുത്ത് സംസാരിക്കുന്ന ടൈമിന് അവിടെ സൈഡിൽ ഇരുന്നിട്ട് ക്യൂ നല്ലപോലെ കമൻറ്റ് പറയുന്നുണ്ട്. അങ്ങനെ ബ്ലഷ് ആവുന്ന ടൈമിന് ഭീമാണെങ്കിൽ പേപ്പറൊക്കെ എടുത്ത് ക്യൂവിൻ്റെ ദേഹത്ത് എറിയുന്നൊക്കെയുണ്ട്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞതും ഭീമ് ക്യൂവിൻ്റെയും ടോയിൻ്റെയും കാര്യം പറഞ്ഞ് ക്യൂവിനെയും, ക്യൂ ആണെങ്കിൽ ഭീമിൻ്റെയും പുമ്മിൻ്റെയും കാര്യം പറഞ്ഞ് ഭീമിനെയും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഭീമിൻ്റെ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം പുമ്മ് ഭീമിനെ പിക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാണ്. അവരങ്ങനെ വീട്ടിലേക്ക് കയറുന്ന ടൈമിന് അവിടെ ഭീമിൻ്റെ ആൻറ്റി ഉണ്ടായിരുന്നു. ഭീമിൻ്റെ ആൻറ്റിനെ പെട്ടെന്നൊന്ന് കണ്ടിട്ട് ഭീം ഷോക്കാവുന്നുണ്ട്. ആ സമയം ആൻറ്റി എന്തിനാണ് നീ ഇങ്ങനെ ഞെട്ടുന്നേ, മനുഷ്യനെയും കൂടെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ, നിങ്ങൾ രണ്ടുപേരും കൈ പിടിച്ച് നടന്നു വന്നത് ഞാൻ കണ്ടോണ്ടാണോ നിങ്ങൾ ഷോക്കായത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഫ്രണ്ട്സ് തമ്മിൽ കൈ പിടിക്കുമല്ലോ, ഞാൻ പോയി ഫുഡ് കുക്ക് ചെയ്യട്ടെ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കഴിക്കാനായിട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് ആൻറ്റി കിച്ചണിലോട്ട് പോകാൻ തുടങ്ങാണ്. ആ സമയം പുമ്മ ആൻറ്റീനെ വിളിച്ചിട്ട് ആൻറ്റി ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലാന്ന് പറഞ്ഞിട്ട് ഭീമിൻ്റെ കവളിൽ കിസ് ചെയ്യാണ്. ആ സമയം ആൻറ്റി പിള്ളേരെ കളിക്കല്ലേ, ചുമ്മാ പറയല്ലേ, എനിക്കിവിടെ അറ്റാക്കൊക്കെ വരുന്നുണ്ട്, എൻ്റെ ദൈവമേ ഞാനിപ്പോൾ മരിക്കുമെന്നാണ് തോന്നുന്നത്, എൻ്റെ ഈശ്വരാ എനിക്ക് നെഞ്ചൊക്കെ വേദനിക്കുന്നേ, ഞാനിപ്പം മരിക്കുകയാണെങ്കിൽ ഇതെൻ്റെ സന്തോഷം മരണമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആൻറ്റി അതൊക്കെ ഡ്രാമ കാണിച്ച് മരിക്കുകയാണ്. ഈ സമയം ഭീമാണെങ്കിൽ മതി ആൻറ്റി പോയി കുക്ക് ചെയ്യാനായിട്ട് പറയാണ്. അങ്ങനെ ആൻറ്റീനെ പറഞ്ഞിട്ട് കഴിഞ്ഞതും ഭീമാണി പൂമ്മിൻ്റെ അടുത്ത് നിനക്ക് എന്തുവാടാ, നീ എവിടെ എന്താ സംസാരിക്കുന്നത്, നിനക്ക് അറിയത്തില്ലേന്ന് ചോദിച്ചിട്ട് അവരോട് കസേരിയിരിക്കുകയാണ്. ആ സമയം ഭീമിനൊരു കോൾ വരാണ്. ആരാ വിളിച്ചതെന്ന് പുമ്മിനെ കാണിച്ചു കൊടുക്കാതെ ഭീമാണി തന്നെ സ്വീറ്റായിട്ട് ഹലോ എന്നൊക്കെ പറയുന്നത് സംസാരിച്ച് തുടങ്ങാണ്. ആ സമയം പുമ്മ് ഇതാരാന്നൊക്കെ നോക്കുന്നുണ്ട്. ശരിക്കും വിളിച്ച ഭീമിൻ്റെ അമ്മയായിരുന്നു. ഭീമിൻ്റെ അമ്മ ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. ആ സമയം ഭീമ് ഞാനും അമ്മേനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്, എന്നാൽ അമ്മ എന്നുള്ള വാക്ക് പറഞ്ഞില്ല, ഞാനും മിസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ പറയുള്ളൂ. ആ സമയം പുമ്മ് ഇവനിത് ആരുടെ അടുത്തേക്കാണ് സംസാരിക്കുന്നതെന്നൊക്കെ നോക്കുന്നുണ്ട്. ആ സമയം ഭീമിൻ്റെ അമ്മേനെ ഫോണിൽ കൂടെ
നീയാണെങ്കിൽ വെക്കേഷന് ഇങ്ങോട്ടൊക്കെ വാ, അച്ഛനും എനിക്കും നിന്നെ കാണണം, നിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചാനായിട്ട് പറയാണ്. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഭീമ കോള കെട്ടിയാണ്. ആ സമയം പുമ്മ് ആരാ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. ഭീമ അപ്പോൾ ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പുമ്മ് മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലേ ഞാൻ നിന്നെ കിസ് ചെയ്യുമെന്ന് പറയാണ്. ആ സമയം ഭീമ് ഞാൻ പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുമ്മ് ഭീമിനെ കിസ് ചെയ്യാനായിട്ട് പോവാണ്. അവനെ ശരിക്കും കിസ് ചെയ്യാൻ വരുന്നതുകൊണ്ട് തന്നെ ഭീമാണെങ്കിൽ എൻ്റെ അമ്മയെ വിളിച്ചേ, വേറൊന്നുമല്ല വെക്കേഷനൊക്കെ അല്ലേ വീട്ടിലോട്ടൊക്കെ പോകാനായിട്ട് പറഞ്ഞെന്ന് പറയാണ്. ആ സമയം പുമ്മ് ഞാനും നിൻ്റെ കൂടെ വരുന്നു, ചെന്നിട്ട് വേണം നിൻ്റെ അമ്മേനെയൊക്കെ പരിചയപ്പെടാനെന്ന് പറയാണ്. ആ സമയം ഭീമ് അതിന് ഞാൻ നിന്നെ ഒന്ന് ഇൻവൈറ്റ് പോലും ചെയ്തില്ലല്ലോ, ഞാൻ പോയി ആൻറ്റീനെ ഫുഡ് വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യട്ടേന്ന് പറഞ്ഞിട്ട് അവ എഴുന്നേറ്റ് പോകാൻ നോക്കാണ്. എന്നാൽ പുമ്മ അവനോടുന്നില്ല, പുമ്മാണെങ്കിൽ എന്നെ ഇൻവൈറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. ആ സമയം ഭീമാണെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുന്നേ ഇല്ല. പുമ്മ അപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്യേ, എന്നിട്ട് എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്യേ, അവിടെ ചെന്നതിന് ശേഷം നിൻ്റെ അമ്മയ്ക്കും അച്ഛനും എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുമെന്ന് പറയാണ്. ആ സമയം ഭീമാണെങ്കിൽ ഓക്കെ ഞാൻ നിന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു, ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ സമയം ആൻറ്റി ആണെങ്കിൽ പുമ്മെന്ന് വിളിക്കുന്നതിന് നേരം പുമ്മിനെ ഭീമിൻ്റെ ബോയ് ഫ്രണ്ട് എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഭീമ് അങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആൻറ്റി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആൻറ്റി ആണെങ്കിൽ അത് മതി എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. പുമ്മും എനിക്കതാ ഇഷ്ടം, അത് മതി എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയും പുമ്മും ഒരു ടീമാവുകയാണ്. അങ്ങനെ ആൻറ്റി ആണെങ്കിൽ ആ സമയത്ത് അടുത്ത ആഴ്ച ഞാനായിട്ട് ഉണ്ടാകത്തില്ല, ഞാൻ സിംഗപ്പൂർ ഒരു സെമിനാറിൻ്റെ മീറ്റിങ്ങിനായിട്ട് പോകുന്നുണ്ട്. ആ സമയം ഭീമിൻ്റെ ബോയ് ഫ്രണ്ട് ഭീമിനെ നന്നായിട്ട് നോക്കിക്കോളാനൊക്കെ പറയാണ്. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പുമ്മിങ്ങനെ ഇരിക്കുന്ന ടൈമിന് എന്തോ ഒരു ആലോചന ഇരിക്കുകയാണ്. അത് ഭീം അങ്ങോട്ടേക്ക് എന്നിട്ട് എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പുമ്മാണെങ്കിൽ വേറൊന്നുമല്ല, നിൻ്റെ വീട്ടിലോട്ട് വന്നതിന് ശേഷം നിന്നെ കല്യാണം കഴിപ്പിച്ച് എനിക്ക് തരുന്നതിനെക്കുറിച്ച് നിൻ്റെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും എങ്ങനെ സംസാരിക്കണം എന്ന് ആലോചിക്കുമായിരുന്നു. അത് ഫസ്റ്റ് നമുക്ക് എൻഗേജ്മെൻറ്റ് നടത്തി വെച്ചാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം ഭീം അനാവശ്യ കാര്യം എല്ലാം ആലോചിച്ചുകൊണ്ടിരുന്നോളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം പുമ്മ് ഭീമിൻ്റെ കയ്യിൽ കിസ് കൊടുക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് വൈകുന്നേരം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ടാനും ഫാങ്ങും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വന്നപ്പോൾ തന്നെ ടാനാണെങ്കിൽ ഫാങ്ങിൻ്റെ അടുത്ത് നീ പോയി കുളിച്ചിട്ട് വാങ്ങിയ ഫുഡ് റെഡിയാക്കി വെക്കാമെന്ന് പറയാണ്. അത് ഫാങ് എനിക്കൊന്ന് വയ്യാന്ന് പറയുന്നുണ്ട്. ആ സമയം പോയി കുളിച്ചിട്ട് വാ ബേബി എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഫാങ് കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ, ഞാൻ ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ഉണ്ടെന്ന് സോഫയിലിരിക്കുകയാണ്. അവൻ്റെ അടുത്ത് ടാൻ ഇരുന്നിട്ട് ഒരു തലേൻ്റെ അടുത്ത് ടാൻ അവൻ്റെ മടി വെച്ചിട്ട് എൻ്റെ മടിയിലേക്ക് കിടന്നോളാനായിട്ട് പറയാണ്. അങ്ങനെ ഫാങ് ടാനിൻ്റെ മടി കിടക്കുകയാണ്. ഈ സമയം ചെയിനിനെയും പന്നിനെയും കാണിക്കുമ്പോൾ പന്നിന് അന്നൊരു ദിവസം ഒരു കിളീനെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ഒരു വയ്യാത്ത രീതിയിലൊരു കിളീനെ. അതിന് അവൻ പെൻഗ്വിൻ എന്ന് പേരിട്ടിട്ടുണ്ടായിരുന്നു. ആ കിളീനെയും ഇപ്പോൾ അവനും ചെയിനും കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ കിളീനെ ഒരു വെറ്റിനറി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആ കിളി ഇപ്പോൾ ഓക്കെ ആയിട്ട് വരാണ്. പക്ഷെ പന്ന് ഭയങ്കര വിഷമത്തിരിക്കുകയാണ്. ആ സമയം ചെയിൻ അവൻ ഓക്കെ ആവുന്നുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ പെൻഗ്വിൻ ഓക്കെ ആയി വരാണ്, പക്ഷേ അവൻ ഓക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ അവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണ്ടേ, എനിക്ക് അതോർത്ത് സങ്കടമാവുന്നെന്ന് പറയാണ്. ഞാൻ ഒറ്റപ്പെട്ട് പോകത്തില്ലേ, ഞാൻ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അവനെ കാണാറുള്ളതാണ്, ഇനി തൊട്ട് ഞാൻ തനിച്ചായിരിക്കത്തില്ലേ എന്ന് പറയാണ്. ആ സമയം ചെയിൻ അതോർത്ത് വിഷമിക്കണ്ട, നിനക്ക് ഞാൻ കമ്പനി തരാമെന്ന് പറഞ്ഞപ്പോൾ പന്ന് ഉറപ്പാണ്, പ്രോമിസാണ്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയാണ്. ആ സമയം ചെയിനും അത് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം പന്ന് പെൻഗ്വിൻ ഇങ്ങനെ ആ ഒരു കൂട്ടിൽ കിടന്നിങ്ങനെ കളിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെയിൻ ആ സമയം പന്നിനെ തന്നെ നോക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഭീമും അവൻ്റെ ഫ്രണ്ട്സും പുമ്മും അവൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ തന്നെ ഭീമിൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം അവിടെ ഭീമിൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അമ്മയോട് സംസാരിച്ച ശേഷം ഭീം അച്ഛൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ജോലിക്ക് വൈകുന്നേരം തിരിച്ചു വരുമെന്ന് പറയാണ് അമ്മ. ആ സമയം ഭീമാണെങ്കിൽ അച്ഛൻ എന്നെ കാണണമെന്ന് പറഞ്ഞു, എന്നിട്ട് ഞാൻ വന്നപ്പോൾ അച്ഛൻ ജോലിക്ക് പോയെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് എല്ലാ ഫ്രണ്ട്സിനെയും, അതായത് ഭീമിൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഓൾറെഡി തന്നെ അമ്മയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ അമ്മ എല്ലാവരെയും കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഈ സമയം ക്യൂ ആണെങ്കിൽ പെട്ടെന്ന് ടോയിനെ കൊണ്ട് അമ്മയുടെ മുന്നിൽ നിർത്തിയിട്ട് അമ്മ ഞാൻ അമ്മയുടെ അടുത്ത് പറയില്ലേ ടോയിനെ പറ്റി, എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലത്, ഇത് ക്യൂട്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം അമ്മയാണെങ്കിൽ നിൻ്റെ സെലക്ഷൻ അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും അകത്തേക്ക് കയറി പോവാണ്. അതിനുശേഷം ടാനും ഫാങ്ങും ക്യൂവും ടോയും കൂടെ ആയിട്ട് പുറത്ത് ചെറിയൊരു കുഴിയൊക്കെ എടുത്തിട്ട് റോസാ ചെടിയൊക്കെ നട്ടു വയ്ക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടാനാണെങ്കിൽ ഫാങ്ങിൻ്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്ത് എൻ്റെ ബേബി എന്ത് ക്യൂട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ക്യൂ ടോയ് കഷ്ടമെന്നുള്ള രീതിയിൽ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ക്യൂ ആണെങ്കിൽ ടോയിൻ്റെ അടുത്ത് നിൻ്റെ മുഖത്ത് അഴുക്കായിട്ടിരിക്കുന്നത് തുടയ്ക്കാനായിട്ട് പറയാണ്. ഇവർ ഗ്ലൗസ് ഇട്ടിട്ടായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഗ്ലൗസിൽ ഇപ്പോഴും ചെളിയായിട്ടുണ്ടായിരുന്നു, അതൊന്നും ഓർക്കാതെ ടോയ് ആണെങ്കിൽ തുടയ്ക്കുകയാണ്. അപ്പോൾ അവൻ്റെ മുഖം മൊത്തം ചെളിയാവുന്നുണ്ട്. അങ്ങനെ ക്യൂ ആണെങ്കിൽ നിൻ്റെ മുഖം എത്ര ഇപ്പോൾ അഴുക്കായെന്ന് ഇറങ്ങിയപ്പോൾ ടോയ് ക്യൂവിൻ്റെ അടുത്ത് തുടച്ചു കൊടുക്കാനായിട്ട് പറയാണ്. ക്യൂ അങ്ങനെ കൈ തുടയ്ക്കാനായിട്ട് ഇങ്ങനെ എടുത്തപ്പോൾ അവൻ്റെ കയ്യിൽ ചെളിയായിട്ടിരിക്കുന്ന കാണാണ്. അങ്ങനെ അവർ ചെറിയ കഴുകായിട്ട് മുഖമൊക്കെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ടോയ് ആണെങ്കിൽ മുഖം എല്ലാം ഓക്കെ ആയെന്ന് വെച്ചപ്പോൾ ക്യൂ ആണെങ്കിൽ ഇല്ല എനിക്ക് നേരെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാണ്. അങ്ങനെ ടോയ് ആണെങ്കിൽ ഈ സൈഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് പറഞ്ഞപ്പോൾ ക്യൂ ഉടനെ അവൻ്റെ കവിളിൽ കിസ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാണ്. അടുത്ത സൈഡ് അതുപോലെ തന്നെ കവിളിൽ കിസ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാണ്. ഇതേപോലെ തന്നെ സെയിം നമ്മൾ ടോയ് ക്യൂവിനെ പിടിച്ച് വെച്ച് മൊത്തത്തിൽ കിസ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് ഭീമും പുമ്മും കൂടെ ആയിട്ട് ഭീമിൻ്റെ അമ്മേനെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നതാണ്. ആ സമയം അമ്മയാണെങ്കിൽ
പുമ്മിനെ നോക്കിയിട്ട് നീയല്ലേ പുമ്മ്, ഭീമ് നിന്നെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം ഭീമ് അമ്മ അനാവശ്യം പറയാതെ, ഞാൻ എപ്പോഴും ഇവനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് അടുക്കളയിലേക്ക് കയറി ചെല്ലാണ്. അതായത് അമ്മ നിൽക്കുന്ന ഒരു റൂമുണ്ട്, അകത്ത് വേറൊരു റൂമുണ്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഈ അരിയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം പുമ്മും നേരെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഭീമിൻ്റെ അടുത്തേക്ക് എന്നിട്ട് നീ അമ്മേൻ്റെ അടുത്ത് എന്നെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഭീമ് നീ എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്, നിനക്കെന്നെ കളിയാക്കണം ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയാണ്. ആ സമയം ഭീമാണെങ്കിൽ അവൻ്റെ അടുത്ത് എന്താ പറയുകയെന്ന് പറയാതെ നിന്നുകൊണ്ട് തന്നെ പുമ്മിങ്ങനെ പിണങ്ങി നിൽക്കും പോലെ നിൽക്കുന്നുണ്ട്. ആ സമയത്തേക്ക് അത് കണ്ടിട്ട് ഭീമ ഇത്ര പെട്ടെന്ന് പിണങ്ങിയോ, ഞാൻ അമ്മേൻ്റെ അടുത്ത് ഒരു സുന്ദരനായിട്ടുള്ള ചെക്കനുണ്ട്, അവൻ എന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും, പുറമേ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യക്കാരനൊക്കെ തോന്നും, പക്ഷേ ഉള്ളിൽ ഭയങ്കര പാവമാണെന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഭീമ് അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ട് പുമ്മിന് ചെറിയ സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് പുമ്മ് ഭീമിൻ്റെ അടുത്ത് ആ സുന്ദരനായിട്ടുള്ള ചെക്കൻ നിൻ്റെ ബോയ് ഫ്രണ്ടാണെന്ന് നീ നിൻ്റെ അമ്മയോട് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഭീമാണെങ്കിൽ ഇല്ലാതൊരു എക്സ്പ്രഷൻ ഇട്ടിട്ട് തിരിഞ്ഞി നിന്ന് ഫുഡ് കുക്ക് ചെയ്യാണ്. ആ സമയം പുമ്മ് അവനെ ഹഗ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന എല്ലാ ഫുഡും കുക്ക് ചെയ്തിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കഴിക്കുന്ന ടൈമിൽ ഒരുപാട് തമാശ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം പറയുന്നുണ്ട്. ഈ സമയം ഭീമാണെങ്കിൽ രാത്രി ഡ്രിങ്ക് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ആ സമയം അമ്മ ചെയ്തോ ചെയ്തോ എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം കാണിക്കുന്ന ഇവർ രാത്രി ഡ്രിങ്ക് ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ആ സമയം ഇവരുടെ അമ്മ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യൂ അമ്മയ്ക്ക് കുടിക്കാനായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ടൈമിന് അച്ഛനപ്പോൾ ഒരു വക ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ തമാശ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. ആ സമയം അച്ഛൻ വരികയാണ്. അങ്ങനെ അച്ഛൻ വന്നിട്ട് ഒരിടത്തെല്ലാം സംസാരിക്കുകയാണ്. ഈ സമയം നമ്മുടെ പുമ്മിൻ്റെ ഫ്രണ്ട്സും കൂടെ വന്നിട്ടുണ്ടല്ലോ. പുമ്മിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ആദ്യമായിട്ടാണല്ലോ അച്ഛൻ കാണുന്നത്. അങ്ങനെ അച്ഛനാണെങ്കിൽ ഈ പയ്യന്മാരാരാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഭീമാണെങ്കിൽ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ സമയം അച്ഛൻ ഭീമിനെ ക്യാറ്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് അച്ഛൻ നിക്നെയിം ബന്ധമായിട്ട് ഇങ്ങനെ വിളിക്കുന്നതാണ്. അങ്ങനെ ആ പേര് കേട്ടിട്ട് പുമ്മ് ക്യാറ്റോ അതാരാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഭീമ് വാടച്ച് മിണ്ടായിരിക്കാനായിട്ട് പറയാണ്. അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ എൻജോയ് ചെയ്യാണ് ഇവരെല്ലാവരും. ഫ്രണ്ട്സ് എല്ലാവരും സ്വന്തം മക്കളെ പോലെ കണ്ടിട്ട് അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഈ സമയം പുമ്മിൻ്റെ അച്ഛനും അമ്മയും ഇവനും തമ്മിൽ ഇങ്ങനെ വഴക്കാണല്ലോ, കാരണം അവൻ്റെ ഫാമിലി ശരിക്കും ഒരു ഫാമിലി ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ അച്ഛനും അമ്മയും എല്ലാം ഇങ്ങനെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നുണ്ടിട്ട് പുമ്മിന് എന്തൊക്കെയോ ഒരു ഫീലിംഗ് ഒക്കെ മനസ്സിൽ വരുന്നുണ്ട്, ചെറിയൊരു സങ്കടമൊക്കെ ആവുന്നുണ്ട്. അതിനുശേഷം ഭീമാണെങ്കിൽ ഡ്രിങ്ക്സ് എടുക്കാനായിട്ട് എഴുന്നേറ്റ് പോയത് പുമ്മാവിൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് നിന്നിട്ട് നീയാണെങ്കിൽ ഇവിടെ തന്നെയാണല്ലോ ജനിച്ച് വളർന്നത്. ആക്ച്വലി ഇവരെല്ലാവരും പഠിക്കുന്നത് ബാങ്കോക്കിലാണ്, ഇത് ചിയാങ്മായിലാണ്. ഈ തായ്ലാൻഡിലെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ രണ്ട് രീതിയിൽ സംസാരിക്കും. അതായത് ഒന്ന് സദേൺ രീതിയിൽ, ഒന്ന് നോർത്തേൺ രീതിയിൽ. അതായത് ഭാഷയൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ ഇവരുടെ സ്ലാങ് മാറും. സ്ലാങ് മാറുമ്പോഴത്തേക്കും ഇപ്പോൾ സദേൺ ഡയലക്റ്റിൽ സംസാരിക്കുന്ന ആൾക്കാർക്ക് നോർത്തേൺ ഡയലക്റ്റിൽ സംസാരിക്കുന്നവർ മനസ്സിലാക്കാൻ പാടാണ് അവർ പറയുന്നത് എന്താണെന്ന്. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഭീമ് ഇവിടെ ജനിച്ച് വളർന്നുകൊണ്ട് തന്നെ അവന് നോർത്തേൺ ഡയലക്റ്റ് അറിയാം. ബാങ്കോക്കിലായിരിക്കുമ്പോൾ ഇവരെല്ലാവരും സദേൺ ഡയലക്റ്റ് കോമൺ ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ അവൻ ഇവിടെ തന്നെയാണ് ജനിച്ച് വളർന്നതെന്ന് മനസ്സിലായപ്പോൾ പുമ്മാണെങ്കിൽ നിനക്ക് ആ ഭാഷയൊക്കെ അറിയായിരിക്കുമല്ലോ, പിന്നെ നിൻ്റെ അച്ഛൻ നിന്നെ ക്യാറ്റ് എന്നാണല്ലേ വിളിക്കുന്നത്, ക്യൂട്ട് പേരാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു നോർത്തേൺ രീതിയിൽ, അതായത് ഭീമ് ഇവിടെ സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ച് കേൾപ്പിക്ക് എന്ന് പറയാണ്. ആ ഒരു സ്ലാങ്ങിൽ സംസാരിക്കാൻ പറയാണ്. ഭീമ അപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പുമ്മ നിർബന്ധിക്കുമ്പോൾ ഭീമാണെങ്കിൽ സംസാരിക്കുകയാണ്. അവൻ പറഞ്ഞത് ഐ ലവ് യു ഡോങ്കി എന്നായിരുന്നു. എന്നാൽ അവൻ വേറെ രീതി സ്ലാങ്ങിൽ സംസാരിച്ചുകൊണ്ട് തന്നെ അവൻ എന്താ പറഞ്ഞത് പുമ്മിന് മനസ്സിലായില്ല. പുമ്മ അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചപ്പോൾ ഭീമ് സ്വയം കണ്ടുപിടിക്കാനായിട്ട് പറയാണ്. അതിനുശേഷം രാത്രി ഇവരെല്ലാവരും ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. ഇങ്ങനെ നിരന്നിങ്ങനെ കിടപ്പുണ്ട്. ആ സമയം നമ്മുടെ പന്ന് നോക്കിയപ്പോൾ നമ്മുടെ ടോയ് ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയായിരുന്നു. അവൻ ഉറങ്ങാൻ കിടക്കാൻ പോകുന്നേ ഉള്ളൂ. ആ സമയം പന്ന് ടോയിൻ്റെ അടുത്ത് ടോയ് നിനക്കൊരു കാര്യം അറിയോ, ഞാൻ ശരിക്കും ഒരു പെൻഗ്വിനെ വാങ്ങാനൊക്കെ ആയിട്ട് ഇരുന്നതാണ്, പക്ഷേ പറ്റിയില്ല എന്ന് പറയാണ്. ആ സമയം ടോയ് എന്താ പറ്റാത്തതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ആ പെൻഗ്വിൻ ഇങ്ങനെ തണുപ്പുള്ള സ്ഥലത്തൊക്കെയല്ലേ ജീവിക്കുന്നത്, അതിനെ വയ്ക്കാനായിട്ട് ഒരു ഐസ് ബക്കറ്റ് വാങ്ങിച്ചു തരാം, ഞാൻ അച്ഛനോട് പറഞ്ഞു, പക്ഷേ അച്ഛൻ വാങ്ങിച്ചു തന്നില്ല എന്ന് പറയാണ്. ഇതൊക്കെ കേട്ടോണ്ട് എല്ലാവരും കിടപ്പുണ്ട്, പക്ഷേ എല്ലാവരും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് കേട്ടിട്ട് നമ്മുടെ മിക്കാണെങ്കിൽ അത് പിന്നെ ഐസ് ബക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ആ പെൻഗ്വിനെ ഫ്രീസറിൻ്റെ അകത്ത് കയറ്റി വയ്ക്കാത്ത എന്താണെന്ന് ചോദിക്കുകയാണ്. ആ സമയം പന്ന് അത് ചെറിയ ഫ്രീസറാണ്, അതുകൊണ്ട് പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ബാക്കിയുള്ളവർ വാടച്ച് മിണ്ടാടം ഉറങ്ങണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ കിടക്കുകയാണ്. ഈ സമയം പന്നിന് ഭയങ്കരമായിട്ട് വിശപ്പ് വന്നിട്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറയാണ്. ആ സമയം ടോയ് അത് കേട്ടിട്ട് എൻ്റെ ബാഗിനകത്ത് കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട്, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് അവൻ്റെ ബാഗിൽ നിന്ന് ബ്രെഡ് എടുത്തുകൊണ്ട് വരാണ്. എടുത്തുകൊണ്ട് നോക്കിയപ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നത് ഈ ഒരു ദിവസം കൊണ്ടായിരുന്നു. ആ സമയം പന്ന് സമയം എത്രയെന്ന് വെച്ചപ്പോൾ 11:50 എന്ന് പറയാണ്. ആ സമയം അയ്യോ 10 മിനിറ്റ് കൂടെ ഉള്ളൂ, 12 മണിയായി, അടുത്ത ദിവസമായി, എങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, പിന്നെ കഴിക്കാൻ പറ്റില്ല, 10 മിനിറ്റിനുള്ളിൽ നമ്മളിത് കഴിച്ചിരിക്കണം, എടുക്ക് 2 കഷ്ണമാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ യുദ്ധത്തിന് പോകുന്ന പോലെ രണ്ടും കൂടെ 2 കഷ്ണമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഇത് രണ്ടും ആ ഇരുട്ടത്തിൽ
ഇങ്ങനെ ചവയ്ക്കുന്ന സൗണ്ട് കേട്ടിട്ട് പാങ് എഴുന്നേറ്റിട്ട് രണ്ടിനും ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കാവോ, മര്യാദ കിടന്നുറങ്ങിയില്ലെങ്കിൽ അതിന് ശരിയാക്കുമെന്ന് പറയാണ്. അങ്ങനെ ടോയ് അവൻ്റെ കയ്യിൽ ബാക്കിയിരുന്ന ബ്രെഡ് കവറിൽ വയ്ക്കുകയാണ്. എന്നാൽ പന്ന് അത് വിട്ടു കൊടുക്കാൻ തീരുമാനിച്ചില്ല. അവൻ മൊത്തത്തിൽ വാക്കകത്ത് കുത്തി കയറ്റിയിട്ട് രണ്ടുപേരെയും കിടക്കുന്നുണ്ട്. അങ്ങനെ പന്ന് അവിടെ കിടന്നുകൊണ്ട് ഇത് പതുക്കെ ചവയ്ക്കുകയാണ്. പന്നിന് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് ചെയിൻ പറഞ്ഞ് കണ്ണോർ നോക്കിയിട്ട് പന്നിനെ ഹഗ് ചെയ്യാണ്. സ്വയം പൻ നീ എന്തായി ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ ചെയിനാണെങ്കിൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നിനക്ക് വിശക്കത്തില്ല, ഉറങ്ങിക്കോളാനായിട്ട് പറയാണ്. അങ്ങനെ പന്നും ചെയിൻ്റെ കൈയിൻ്റെ പുറത്ത് അവൻ്റെ കൈ വെച്ചിട്ട് ഇത് രണ്ടും ഇങ്ങനെ കിടന്നുറങ്ങാണ്. ഇത് ഭീം എഴുന്നേറ്റിട്ട് ഇത് രണ്ടും കൂടി എന്തായി ചെയ്യുന്നത്, ചെയിനും പന്നും എന്തിനെ ഇങ്ങനെ ഹഗ് ചെയ്യുന്നതിങ്ങനെ നോക്കുകയാണ്. ആ സമയം പുമ്മും കൂടെ എഴുന്നേറ്റിട്ട് ഉറങ്ങാനുള്ള സമയം ഇറങ്ങിയിട്ട് അവനെ നെറ്റിൽ ഒരു ഉമ്മയും കൊടുത്തിട്ട് രണ്ടുപേരും കിടന്നുറങ്ങാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്തത് രാവിലെ ഇവരെല്ലാവരും ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ഈ അമ്പലത്തിൽ എത്തണമെങ്കിൽ ഒരു 100 സ്റ്റെപ്പെങ്കിലും കയറണം. ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയിട്ട് എത്താനുള്ള ഒരു അമ്പലമാണ്. അങ്ങനെ ഇവരങ്ങ് താഴെ അറ്റത്ത് നിൽക്കുന്നേ ഉള്ളൂ. അങ്ങനെ സ്റ്റെപ്പെല്ലാം കണ്ടിട്ട് പന്ന് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കയറണോ, എന്നെക്കൊണ്ട് വയ്യാന്ന് പറയുന്നുണ്ട്. ആ സമയം ഭീം എന്തായാലും ഇതുവരെ വന്നില്ലേ, നമുക്ക് പ്രാർത്ഥിച്ചേക്കാം വാ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കയറി തുടങ്ങാണ്. കയറി കുറച്ച് ദൂരത്തെപ്പോഴേ പന്നീൻ്റെ കാറ്റ് പോകുന്നുണ്ട്. അവൻ അങ്ങനെ ചെയിനെ ഒട്ടിപ്പിടിച്ചിട്ടാണ് നടക്കുന്നത്. താൻ ഫാങ്ങിനെയും കൊണ്ട് നടക്കുന്നു, ഭീമും മുമ്പ് ഒരുമിച്ച് നടക്കുന്നു, ടോയിനെ തോളത്തെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്നു. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നടന്ന് കയറാണ്. ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവാണ്. നെക്സ്റ്റ് എപ്പിസോഡ് ഉടനെ വരുന്നതായിരിക്കും. ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടുതരുന്നത് ബൈ.